in the present generation, ഈ കാലഘട്ടത്തിൽ it is not a big thing to get married to a pastor because the pastor is rich. I'm not, it is not accusation, but pastor has got money. That's what many other people try to accuse. So my question was, in those days when you were ministering, pastors don't make money, you have no college background, you were struggling with your finances. So who's there in your family right now? How, and who gave you the girl to get married? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, ഒരുക്കാൻ പോകുന്നതല്ല ഒരുക്കിയിട്ടുള്ളത്. സോ ഗോഡ് ഹസ് പ്രിപ്പയർഡ് ഫോർ ദോസ് ഹു ലവ് യു. സോ ദൈവം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. അന്നത്തെ കാലത്തൊക്കെ പലരും പറയുന്നത് ദൈവമാണ് ഫസ്റ്റ് പ്രിയോറിറ്റി, ദൈവം കഴിഞ്ഞാൽ മിനിസ്ട്രിയാണ് പ്രിയോറിറ്റി, മിനിസ്ട്രി കഴിഞ്ഞിട്ടാണ് ഫാമിലി. അതുകൊണ്ട് പല പാസ്റ്ററുടെയും ലൈഫൊക്കെ തകർന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പാസ്റ്റർ ഫാമിലീസിലൊക്കെ പ്രോബ്ലം ഉണ്ടായിട്ട്. അതുകൊണ്ട് എൻ്റെ ചെവിയിൽ കേൾക്കാം എനിക്ക്. ഞാൻ ടെറസ് മേലെ ആരുമില്ല, നല്ല സൺലൈറ്റ് ഈ മധ്യാഹ്ന സമയത്താണ്. ഞാൻ നോക്കുന്ന ആരും കാണുന്നില്ല, ഞാൻ താഴെ നോക്കുന്ന ആരും കാണുന്നില്ല. പിന്നെ അവിടെ ഇരുന്ന് കരയുക, പപ്പ ഉണ്ടാകുന്നിക്കോളെ, എന്നെക്കാളും മരിച്ചാൽ മതിയായിരുന്നു. ചില സിറ്റുവേഷൻ, കാരണം ചില സാഹചര്യങ്ങളിൽ വീട്ടിൽ കടന്നു വന്നപ്പോൾ എന്തിനാ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങിപ്പോകണം, എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ള ആലോചനകളൊക്കെ വന്നു. കാരണം സാമ്പത്തികമായിട്ട് പ്രോബ്ലം, ആരും സപ്പോർട്ടില്ല, കഴിക്കാൻ ഫുഡില്ല, നല്ല ഡ്രസ്സില്ല. സോ അങ്ങ് തകർന്നു പോയപ്പോഴത്തേക്ക് ഇങ്ങനെ കരയുക. അപ്പോൾ പിന്നെയാ ഐ ക്യാൻ ഹിയർ. അപ്പോൾ ഞാൻ മനസ്സിലായി സാമുവലിനോട് ദൈവം സംസാരിച്ചു. ഐ തിങ്ക് അത് എൻ്റെ ഇമാജിനേഷൻ ആണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ക്ലിയറായിട്ട് കേൾക്കാം എ വോയിസ്. ഞാൻ പിന്നെയും കണ്ണടച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഐ നോ ഇറ്റ് ഈസ് യു ഗോഡ്. അന്ന് തൊട്ട് എൻ്റെ ഉള്ളിലൊരു ഫീൽ, ദൈവം ആണ് എൻ്റെ പിതാവ്. എനിക്ക് ലോകത്തിലെ പിതാവില്ലേലും ഞാൻ ഇന്നിരുന്ന് മരിച്ചാലും ഒരു നാൾ മരിക്കാത്തൊരു പിതാവുണ്ട്, അവൻ്റെ പേര് യേശു. He will never leave us, he will never forsake us, he is holded. ഇന്ന് വരെ അച്ഛാ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒറ്റയ്ക്കാണ് സ്റ്റേജിൽ നിൽക്കുന്നുണ്ടെങ്കിലും എൻ്റെ ആൾക്കാരുടെ കണ്ണിൽ ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ എൻ്റെ കൂടെ എൻ്റെ അപ്പം ഉണ്ട്, അവ എന്നെ വിടൂല. I have to openly tell this. I believe, we believe that it is the only faith where a God looks at us like a father and a son. അതെ, അത്രേ ഉള്ളൂ. അതെ. ഇപ്പം ദൈവം ആദമവയും സൃഷ്ടിച്ചതിൻ്റെയും പ്രധാനപ്പെട്ട കാരണമായിരുന്നു, God did not created Adam and Eve like a slave or a servant. God created them as a child. He created in his own image. എനിക്കൊരു മോനുണ്ട്, 5 വയസ്സായ മോൻ. ആ മോനെ കണ്ടാൽ പലരും പറയും അപ്പനെ പോലെയുണ്ട്. കാരണം എൻ്റെ ബ്ലഡാണ്, എൻ്റെ രക്തമാണ്. അപ്പോൾ എൻ്റെ രൂപം, എൻ്റെ സാദൃശ്യം ഇതേപോലെയാണ് ദൈവം ആദാമവയെ സൃഷ്ടിച്ചപ്പം. എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ ആദാമവ ദേ വർ ലുക്കിംഗ് ലൈക്ക് ഗോഡ് ഹിംസെൽഫ്. ദൈവത്തെ കണ്ടില്ലെങ്കിലും ഇവരെ കണ്ടാൽ മതിയായിരുന്നു, അത്രയ്ക്കും ടിക്ടോക്ക് ഡിക്റ്റായിരുന്നു. ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് സൃഷ്ടിച്ച. പക്ഷേ ഇവരെപ്പോഴാണ് പാപം ചെയ്തതും അവരിലുള്ള സൺഷിപ്പ്, പുത്രത്തിൻ്റെ തേജസ് അവരിൽ നിന്നും മാറി അവർ പാപത്തിനും ശാപത്തിനും രോഗത്തിനും അടിമകളായി. അവരിലൂടെ നമ്മളെല്ലാവരും പാപത്തിന് അടിമകളായി. പാപത്തിൻ്റെ ശമ്പളം മരണം. ആത്മീയമായിട്ട് നമ്മൾ മരിച്ചു, പാപത്തിന് അടിമകളായി മാറി. ഇപ്പം that's why I think we feel sometimes we are fatherless, we are orphan, spiritually emptiness ഒക്കെ ഫീൽ. പക്ഷേ എപ്പോഴാണോ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നോ ആ ക്ഷണത്തിൽ ദൈവം നമുക്ക് ഇത് ഉറപ്പായിട്ടും ഞാൻ ഇത് വിശ്വസിക്കുന്നു. ദൈവാത്മാവ് ആരോടോ സംസാരിക്കുന്നു. അപ്പനില്ല, ആരുമില്ലെന്ന് വിചാരിക്കല്ലേ, നിങ്ങളെ കൂടെ യേശു ഉണ്ട്. അവൻ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല, അവൻ അന്ത്യത്തോളം നടത്തുന്ന സർവശക്തനാണ്. വചനത്തിൽ ഒരു വചനമുണ്ട് അച്ഛാ, ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നു. ഇത് അവകാശമല്ല, അധികാരം. It's not opportunity, it's authority to become child of God. So you are a child of God when you receive Jesus. Receive is simple. യേശുവേ എൻ്റെ ഉള്ളിലോട്ട് വാപ്പ, എൻ്റെ ഹൃദയത്തിലോട്ട്. വേറെ ഒന്നും ചെയ്യേണ്ട അച്ഛാ, വേറെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് സിമ്പിൾ. നാവ് കൊണ്ട് വചനത്തിൽ പറയുന്നു, ബിലീവ് ഇൻ യുവർ ഹാർട്ട്, കൺഫസ് വിത്ത് യുവർ മൗത്ത്, യു ഷാൽ ബി സേവ്ഡ്.
So from your slavery of your sin, slavery of your addiction, slavery of your depression, slavery of everything. ഏത് മനുഷ്യനും ഇന്നത്തെ കാലത്ത് ഓരോ സ്ലേവറിയിലൂടെ കടന്നു പോവുക. പക്ഷേ ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ആക്സിഡൻ്റായിട്ടല്ല ഈ ചാനൽ ടച്ച് ചെയ്തത്, ദൈവം നിങ്ങളെ കൊണ്ട് ടച്ച് ചെയ്യിപ്പിച്ചതാണ്. ദൈവം നിങ്ങളെ ഇത് സ്ക്രോൾ ചെയ്യാതെ നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ, സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവാത്മാ വ്യക്തമായി നിങ്ങളോട് പറയുന്നു, ഈ ലവ്സ് യു വെരി മച്ച്. നിങ്ങളുടെ അഡിക്ഷനിൽ നിന്ന്, നിങ്ങളുടെ സ്ലേവറിൽ നിന്ന് യേശു നിങ്ങളെ രക്ഷിക്കാൻ മതിയായവൻ. Okay, I have another personal question, but now I'm getting too personal. But this is a question I wanted to ask him. In the present generation, ഈ കാലഘട്ടത്തിൽ it is not a big thing to get married to a pastor because the pastor is rich. This is not accusation, but pastor has got money. That's what many other people try to accuse. So my question was, in those days when you were ministering, pastors don't make money. You have no college background. You were struggling with your finances. So who's there in your family right now? Who gave you the girl to get married? How did that happen? ആക്ച്വലി എൻ്റെ മൂത്ത ചേട്ടൻ്റെ കല്യാണം അതൊരു വലിയ മിറക്കലായിട്ട് നടന്നു. ഓഗസ്റ്റ് മാസമായിരുന്നു എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പ്രപ്പോസലായിട്ട് നോക്കണമെന്നുള്ളൊരു സംസാരം വീട്ടിലുണ്ടായി. വചനത്തിൽ ഞാൻ ഐ ഓൾവേസ് ബേസ് ഓൺ ഗോഡ്സ് വേർഡ്. ഐ ബിലീവ് ഇൻ ഗോഡ്സ് വേർഡ്. വചനത്തിൽ ഒരു പവർഫുൾ വേഴ്സ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വാക്യമാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, ഒരുക്കാൻ പോകുന്നതല്ല ഒരുക്കിയിട്ടുള്ളത്. സോ ഗോഡ് ഹസ് പ്രിപ്പയർഡ് ഫോർ ദോസ് ഹു ലവ് ഹിം. സോ ദൈവം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, പക്ഷേ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഐ ബിലീവ്ഡ്. ദൈവം ചെയ്യാൻ പോകുന്ന ദൈവമല്ല, ചെയ്ത ദൈവം. ഇപ്പോൾ പഴയ നിയമത്തിൽ അബ്രാഹാമിനോട് പറഞ്ഞു, ഐ വിൽ ബ്ലെസ് യു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പക്ഷെ പുതിയ നിയമത്തിൽ അത് മൊത്തം മാറി. ഐ വിൽ ബ്ലെസ് യു എന്നല്ല, ഐ ബ്ലെസ്ഡ് യു. എഫെസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാം വചനത്തിൽ പറയുന്നു, സകല ആത്മീക അനുഗ്രഹത്താൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കാൻ പോകുന്നതല്ല, അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പം ചെയ്യാൻ പോകുന്ന ദൈവമല്ല, ദൈവം ചെയ്തവനാണ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു. വചനത്തിൽ പറയുന്നു, വെൻ യു ആർ ജസ്റ്റ് എ സബ്സ്റ്റൻസ് യുവർ ഐസ് സോ മീ ആൻഡ് എവറിത്തിങ് വാസ് റിട്ടൺ. അപ്പം എനിക്കറിയാം എന്നെക്കുറിച്ചുള്ളതെല്ലാം അവൻ എഴുതി വെച്ചിരിക്കുക. So he is the producer, he is the director, he is everything. ആൻഡ് കർത്താവിൻ്റെ കയ്യിൽ മൊത്തം സ്ക്രിപ്റ്റ് ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് ടിൽ ഡേറ്റ് ഓഫ് ഡെത്ത്, ഇതിൻ്റെ ഇടയിൽ നടക്കുന്നത് എല്ലാം ഈ പ്ലാൻഡ് ആൻഡ് പ്രിപ്പയർഡ്. ഇറ്റ്സ് പ്ലാൻഡ് ആൻഡ് പ്രിപ്പയർഡ്. സോ അതുകൊണ്ട് ഞാൻ ടെൻഷൻ എടുത്തില്ല. പക്ഷെ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, മാരേജ് ഒന്നും ഇല്ലാതെ ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് മിനിസ്ട്രി ചെയ്യണം, ഫ്രീ ആയിട്ട് മിനിസ്ട്രി ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി. അന്നത്തെ കാലത്തൊക്കെ പലരും പറയുന്നത് ദൈവമാണ് ഫസ്റ്റ് പ്രിയോറിറ്റി, ദൈവം കഴിഞ്ഞാൽ മിനിസ്ട്രിയാണ് പ്രിയോറിറ്റി, മിനിസ്ട്രി കഴിഞ്ഞിട്ടാണ് ഫാമിലി. അതുകൊണ്ട് പല പാസ്റ്ററുടെയും ലൈഫൊക്കെ തകർന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പാസ്റ്റർ ഫാമിലീസിലൊക്കെ പ്രോബ്ലം ഉണ്ടായിട്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫാമിലിയായിട്ട് മിനിസ്ട്രിയിൽ അത് ഒത്തുചേരില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ മനസ്സിൽ ഒരു പ്രേരണ തന്നെ. അതുകൊണ്ട് ദൈവാത്മാവ് എൻ്റെ മനസ്സിൽ പ്രേരണ തന്നെ, ഫസ്റ്റ് പ്രിയോറിറ്റി ഈസ് ഗോഡ്, സെക്കൻഡ് പ്രിയോറിറ്റി ഈസ് നോട്ട് മിനിസ്ട്രി ബട്ട് ഫാമിലി. സോ ഫസ്റ്റ് ദൈവമാണ്, അത് കഴിഞ്ഞ് ഫാമിലിയാണ്, അത് കഴിഞ്ഞാണ് മിനിസ്ട്രി. കാരണം നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ദൈവം വേണമെങ്കിൽ ഒരാളെ മാത്രം സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. ആദാമിന് സഹായമായിട്ട് ദൈവം അവയെ സൃഷ്ടിച്ചു. ഫാമിലിക്ക് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ദൈവം കൊടുത്തു, ഫാമിലിക്ക് ദൈവം ഇമ്പോർട്ടൻറ്റ് കൊടുത്തു. പക്ഷേ ആദ്യത്തെ ഫാമിലിയെ സാത്താൻ ഡിസ്റ്റർബ് ചെയ്തു, മൊത്തം അതിനെ കുളമാക്കി, എൻ്റെ ഭാഷ പോലെ കുളമാക്കി. പക്ഷേ പുതിയ നിയമത്തിൽ വന്നാൽ അതേ ആത്മസ്വരൂപിയായ ദൈവം, പഴയ നിയമത്തിൽ ആത്മസ്വരൂപിയായ ദൈവം പുതിയ നിയമത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ ആദ്യം ചെയ്ത അത്ഭുതം വെള്ളത്തിൽ മീത് നടക്കുന്നതോ മരിച്ചുപോയ ലാസറിനെ പുറത്തു കൊണ്ടുവരുന്നതോ എന്നല്ലായിരുന്നു. ആദ്യം ചെയ്ത അത്ഭുതം വെള്ളത്തിൽ വീഞ്ഞാക്കി മാറ്റി കാനാവിലെ വിവാഹത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചു, ഫാമിലിയെ റിസ്റ്റോർ ചെയ്തു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കറിയാം ദൈവം ചെയ്യാൻ പോകുന്ന ദൈവമല്ല, ചെയ്തു, എനിക്ക് വേണ്ടിയും ദൈവം സെറ്റ് ചെയ്തു. അങ്ങനെ ആ വിശ്വാസം എനിക്ക് വേണ്ടി ദൈവം പ്രിപ്പയർ ചെയ്തെന്ന് എനിക്ക് ഫുള്ള് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രൊപ്പോസലിന് വേണ്ടി നോക്കിയില്ല, ആലോചിച്ചില്ല, മമ്മിയോട് പറഞ്ഞു ദൈവം പ്രവർത്തിക്കും, വിശ്വസിക്കാം. അങ്ങനെ for every person who is waiting to get married, this is very important, right? Seriously. You should have the faith to believe that
God has God has prepared. prepared it. And Yeah. stay relaxed. Yeah, stay relaxed. ഞാൻ ഇനിയൊരു സത്യം വിശ്വസിക്കാറുണ്ട്. ആദാമിൻ്റെ എന്താ പറയുക, ഭാര്യയ്ക്ക് വേണ്ടി എവിടെയും പോയി നടന്നില്ല, ഓടിയില്ല. വചനം പറയുന്നു ആദാം ഗാഢനിദ്രയിലായിരുന്നു. When he was in deep sleep, God prepared, God gave him the right partner. So ഞാൻ ആ വചനത്തിൽ വിശ്വസിക്കുന്നു. That's very powerful. ഞാൻ വിശ്വസിച്ച് ഞാൻ കൂളായിരുന്നു. ഞാൻ എൻ്റെ മിനിസ്റ്ററി ചെയ്യായിരുന്നു. ഒരു ദിവസം എൻ്റെ നാട്ടിലെ എൻ്റെ അപ്പൂപ്പൻ, ഞാൻ അപ്പൂപ്പനെന്ന് വിളിക്കും, എൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അപ്പൂപ്പനും എൻ്റെ ആൻറ്റിയും എൻ്റെ ചിത്തി എന്നെ ഫോൺ വിളിച്ച് പറയാം, ഞാനൊരു കുട്ടിയെ കണ്ടു, വീട്ടിൽ പോയി സംസാരിച്ചു, എല്ലാം നമ്മൾ പ്രിപ്പയർ കഴിഞ്ഞിട്ട്, സോ മാരേജിനാണ് പ്രിപ്പയർ பண்ணிட்டு உங்ககிட்ட சொல்றேன். മാരേജ് എല്ലാം സെറ്റായി, ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു, വന്ന് മാരേജ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം. സോ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് അപ്പൂപ്പാന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞു, ഞാൻ രാത്രി കടന്നപ്പോൾ എനിക്ക് ദൈവം സ്വപ്നത്തിൽ അവർ വീട് കാണിച്ചു, സ്ഥലം കാണിച്ചു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കുടയും എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് ഞാൻ പോയി. അവരാരെന്നും അപ്പം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ അവർ വീട്ടിൽ പോയി വാതിൽ തട്ടി. അവരുടെ പിതാവ് വാതിൽ തുറന്നപ്പം പിതാവും എൻ്റെ മമ്മിയുടെ സഹോദരനും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് പണ്ട്. അങ്ങനെ അവർക്കും തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ടായി. അകത്ത് കയറ്റി ഇരുത്തി ചായ എടുത്തു, സംസാരിക്കുന്നിടത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പം പറഞ്ഞു, എൻ്റെ മകളുടെ മോന് ശുശ്രൂഷകനാണ്, ദൈവവേല ചെയ്യുന്നുണ്ട്, പേര് പ്രശാന്ത് ജോസാണ്. സോ ഞങ്ങളിങ്ങനെ പുള്ളിക്കാരന് സംബന്ധമായിട്ടാണ് വന്നത്, എവിടെയെങ്കിലും ഇവിടെയാണെന്നുള്ളത് പറഞ്ഞില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ അടുത്ത് ഉണ്ടാകുമെന്ന് നോക്കി പറയാം. ഇതെല്ലാം കഴിഞ്ഞു, ചായയെല്ലാം കുടിച്ച് പുറത്തിറങ്ങുന്ന വഴിക്കാണ് അപ്പം പറയുന്നത്, ഇവിടെ എവിടെ നോക്കണ്ട, നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ട് കുട്ടി, ദൈവം എന്നെ കാണിച്ചു. അവരുടനെ അവരുടെ പാസ്റ്റർ വിളിച്ചു. വിളിച്ചപ്പോൾ അവരുടെ പാസ്റ്റർ എന്നെ അറിയുന്ന ഒരു ദേവദാസന്. അവരെന്നെ ഓൾറെഡി എന്നെ കൺവെൻഷൻ മീറ്റിങ്ങിലൊക്കെ എൻ്റെ വൈഫിൻ്റെ ഫാദറും മദറും വൈഫും ഒക്കെ മീറ്റിംഗ് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സോ അത് നമ്മൾ ട്രിവാൻഡ്രത്തിൽ തന്നെയാണ്, നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ ദൂരെയാണ്. അത്രയും ദൂരം അപ്പം നടന്നുപോയി പ്രായമുള്ളൂ. സോ അവരോട് പറഞ്ഞപ്പോൾ പാസ്റ്ററോട് പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട, ഇത് ദൈവഹിതമാണ്. ഇത് നടക്കുന്നതിൻ്റെ ഒരു 2 months ബാക്ക് അവരുടെ ചർച്ചിൽ ഒരു മാൻ ഓഫ് ഗോഡ് വന്നു ഫ്രം ആഫ്രിക്ക. ആ മാൻ ഓഫ് ഗോഡ് എൻ്റെ വൈഫിൻ്റെ അരികിൽ ചെന്ന് പറഞ്ഞു, പെട്ടെന്ന് ഒരു കല്യാണ ആലോചന വരും. So they were also looking for a... ഇല്ല they were not really looking. The word of God came to them. വചനം prophecy വന്നു. Sorry Henry for interrupting. I think that's why every believer, every person should stay connected with the man of God, so Amen. that Amen. you will have directions. Yes, divine directions. So എൻ്റെ വൈഫിൻ്റെ അരികിലും ഈ പ്രോഫസി വന്നപ്പോൾ അവരെ എടുത്തെങ്കിലും അധികം അവർ കാരണം ഷി വാസ് ഡൂയിങ് എ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. സോ അതുകൊണ്ട് അവർ ഇപ്പോഴൊന്നും പ്ലാനിലല്ലായിരുന്നു മാരേജിന്, കാരണം അവരുടെ ഭവനം പണിതിട്ടില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതുകൊണ്ട് പ്ലാനില്ല. പക്ഷേ പാസ്റ്റർ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇനി ലെഫ്റ്റും റൈറ്റും നോക്കണ്ട, ഇറ്റ്സ് ഇസ് ഗോഡ്സ് പ്ലാൻ, let's say yes to it. So they were not like people പഠിച്ചിട്ടുണ്ടോ, സെക്കൻഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ കുറച്ചെങ്കിലും കാണാൻ കുഴപ്പമില്ല, അന്ന് തീരെ ബുദ്ധിമുട്ടായിരുന്നു എന്നെ കാണാൻ. അങ്ങനത്തെ സ്ഥിതിയിലും ഞാൻ വിളിച്ചു ചോദിച്ചു, എങ്ങനെ എൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ ഇങ്ങനെയാണ്, അവർക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, ദേ ആർ ഹാപ്പി. സോ വൈഫിൻ്റെ ഭാഗത്തൊന്നും ഹാപ്പി. So anyway, it was God's plan. So it's like lookilalla vililana. Amen. That's but you are looking good, pastor. Amen. God's grace. You are so cute and you are so... Yeah. So ദൈവകൃപയിൽ അങ്ങനെ ഞങ്ങളുടെ മാരേജ് ആയി. ഡിസംബർ മാസത്ത് മാരേജ് ആയി. ദൈവകൃപയാൽ എ ബ്ലെസ്സഡ് ഫാമിലി ദൈവം എനിക്ക് തന്നു. പിന്നെയും പറഞ്ഞതുപോലെ എവറിത്തിങ് ഹാപ്പിയാണെന്ന് പറയാൻ പറ്റില്ല, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഗാഡ് ഗേവ് us പീസ്, ദർ ഇസ് എ ജോയ്, ദർ ഇസ് എ ഹാപ്പിനെസ്. ഞങ്ങൾ ഒരുമിച്ചിന്ന് ദൈവത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ ദൈവം. She was okay with your, because you told me that அவங்க டீச்சர் ட்ரைனிங் எல்லாம் போனவங்க, ஆனால் நீங்கள் காலேஜ் போகாதப்போ அவங்களுக்கு அது இஷ்யூவாக தெரில. ഇല്ല, അവർക്ക് വേറെ പ്രോബ്ലം ആയിട്ടൊന്നുമില്ലായിരുന്നു. They were happy about it. And they were happy you doing ministry. Yes, they were happy. Were you afraid that she would trouble you when you were going for ministry? കാരണം അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മിനിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് അല്ല.
അവരും ഒരു പേടി കാണുന്നില്ലേ? പേടിയുണ്ടായിരുന്നു. അവരും രക്ഷിക്കപ്പെട്ട് ദൈവമേള് നോക്കുന്ന അവിടെ നിന്ന് ലോകല്ലേ. അവരും രക്ഷിക്കപ്പെട്ട് കുറച്ച് ദിവസമേ ആയതുള്ളൂ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ കൾച്ചർ ബാംഗ്ലൂർ കൾച്ചർ, എല്ലാം സിറ്റി സൈഡ് കൾച്ചർ. വൈഫിൻ്റെത് മൊത്തം റൂറൽ ടൈപ്പ് കേരള നാടൻ രീതിയായിരുന്നു. എനിക്ക് മോഡേൺ നാടൻ. എനിക്ക് ഏകദേശം 6 ലാംഗ്വേജസ് അറിയാം. എൻ്റെ വൈഫിന് മലയാളം വിട്ട വേറെ ഒന്നും അറിയത്തില്ല. പക്ഷേ ഇതൊക്കെ ടോട്ടൽ ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ ദൈവസന്നിധിയിൽ മാരേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു 2-3 ഇയേഴ്സ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു മിനിസ്ട്രിയെക്കുറിച്ചും ഫാമിലിയെക്കുറിച്ചൊക്കെ. ബട്ട് വി ട്രസ്റ്റഡ് ഇൻ ഗോഡ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തു. ഒരു ദിവസം how did you manage during those first 2-3 years? ഇല്ല, ദൈവാത്മാവ് നമുക്ക് എല്ലാവർക്കും ചില ഘട്ടങ്ങളിൽ ചിലത് പഠിപ്പിക്കും. സോ പേഷ്യൻസ് എനിക്ക് പഠിപ്പിച്ചു. ഞാൻ ഒന്ന് വിശ്വസിക്കുന്ന വെച്ചാൽ വീട്, കുടുംബം കൂടുമ്പോൾ ഇമ്പം, ഫാമിലി. ഇനി ഈ ഇടയായിട്ട് ദൈവം കൂടുതൽ എന്നെ ഫാമിലിയെക്കുറിച്ച് പഠിപ്പിക്കുക. ഫാമിലി എന്ന് പറയുമ്പോൾ ഹോമാണ്, HOME. ഈ HOMEയുടെ ഫുൾ ഫോം എന്തെന്നറിയോ? H എന്ന് പറയുമ്പോൾ ഹംബിൾനെസ്, O എന്ന് പറയുമ്പോൾ ഒബീഡിയൻറ്റ്, M എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, E എന്ന് പറഞ്ഞാൽ എനിമിയല്ല, ഈക്വാലിറ്റിയാണ്. സോ ഹംബിൾനെസ് H എന്നിലുണ്ടാകണേ, ഞാൻ ഹംബിളായിരിക്കണം. അതേസമയം ഷീ ഷുഡ് ഓൾസോ ബി ഹംബിൾ. ഇത് വൺ സൈഡിൽ നടക്കത്തില്ല. ഞാൻ അങ്ങോട്ട് എൻ്റെ വൈഫിൻ്റെ മുമ്പിൽ ഹംബിളായിരിക്കുക. ഷീ ഷുഡ് ഓൾസോ ബി ഹംബിൾ. രണ്ടാമത് ഒബീഡിയൻ. ഞാൻ ചില കാര്യങ്ങളിൽ ഐ ഷുഡ് ഒബെയർ, ചില കാര്യങ്ങൾ. ഉലകത്തിൽ അത് റിവേഴ്സാ. പക്ഷേ ഇത് കണക്ട് ആയാൽ ഡെഫിനറ്റ്ലി ലൈഫ് വിൽ ബി ബ്യൂട്ടിഫുൾ. യു ഷുഡ് സറണ്ടർ ടു. ചില കാര്യങ്ങൾ നമ്മൾ സറണ്ടർ ആകണം, ചില കാര്യങ്ങളിൽ അവരും സറണ്ടർ. ഇറ്റ്സ് ലൈക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. This is not a contract. Family life is not a contract. Nice. It's a covenant. Oh, that's nice. Amen. So ഇത് നമ്മൾ കവനൻറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് മാരേജിന് മുമ്പേ എന്താണോ അത് വിട്ടേ. മാരേജിന് മുമ്പേ എന്തൊക്കെയാണോ അതൊക്കെ വിടണം. സിസ്റ്റേഴ്സ് ഉണ്ടാകും, ബ്രദേഴ്സ് ഉണ്ടാകും. റൈറ്റ്, സോറി അച്ഛാ, 1 സെക്കൻഡ്. മാരേജിന് മുമ്പ് എങ്ങനെയാണോ അതല്ല നമ്മുടെ ലൈഫ്. മാരേജിന് ശേഷം അതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. ബൈബിൾ പറയുന്നു സ്നേഹം, അതേസമയം ബഹുമാനം, ഹംബിൾനെസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹംബിളാകുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒബേ ചെയ്യുക. മൂന്നാമത്തെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അവരുടെ കൾച്ചർ എന്താ, നമ്മളെ കൾച്ചർ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ 4ാമത്തത് ഈക്വാലിറ്റി. ദർ മസ്റ്റ് ബി ഈക്വാലിറ്റി. ഇങ്ങനെ ഈക്വലായിട്ട് ഇന്നത്തെ കാലത്ത് ഭാര്യ ഒരുപാട് സമ്പാദിക്കുമ്പോൾ ഭർത്താവ് നോർമലായിട്ട് നിൽക്കുന്നുണ്ട്. ചില സിറ്റുവേഷൻസിൽ ഭർത്താവ് ഒരുപാട് സമ്പാദിക്കുന്നു, ബോസായി പറയുന്നു, ബോസായി നിൽക്കുന്നു, ഭാര്യ അത് കേൾക്കണം, അനുസരിക്കണം. അങ്ങനെയല്ല, രണ്ടുപേരും സമാനമാണ്, ഈക്വലാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഈ രണ്ടുപേരും ഈക്വലാണ്. ഒരാൾ വലുതും ഒരാൾ ചെറുതും ഒന്നല്ല, ഈക്വലാണ്. പക്ഷെ അതേസമയം ദൈവത്തിൻ്റെ വചനം പറയുന്നത് കർത്താവ് മെയിൻ, അത് കഴിഞ്ഞാൽ ഭർത്താവ്, കർത്താവ്, അത് കഴിഞ്ഞാൽ ഭാര്യ. സോ ഭാര്യ ബഹുമാനിക്കുക, സ്നേഹിക്കുക, ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. Then how many children then can you tell about them? എനിക്ക് ഒരു മോനാണ്. I heard him sing songs recently, so excited too. അവന് 5 വയസ്സ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഒരു സ്കൂളിൽ ഈ ഇടയിൽ. സോ നിങ്ങളെ കാട്ടി 2 വർഷം മുമ്പേ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയല്ലേ? ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. അവൻ്റെ ജനനം ഒരു മിറക്കളായിരുന്നു. കോവിഡ് ടൈമിൽ എൻ്റെ മോൻ ജനിച്ചേ. എൻ്റെ വൈഫിന് കോവിഡ് പോസിറ്റീവായിരുന്നു. മോൻ ജനിച്ചതും ഡോക്ടർ വന്ന് പറഞ്ഞു, സോറി, ആൺകുഞ്ഞ് ജനിച്ചെങ്കിലും ഇല്ല, അവൻ മരിച്ചു. എൻ്റെ വൈഫിന് കോവിഡ് ടെസ്റ്റ് ചെയ്യാതെയാണ് അവൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്നത്. കാരണം ഷീ ഹാഡ് ഓവർ ബ്ലീഡിങ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, കുഞ്ഞിനെ പുറത്ത്, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഇല്ലെങ്കിൽ കുഞ്ഞിന് പ്രോബ്ലമാണെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓപ്പറേഷൻ ഇല്ലാതെ ദൈവകൃപയിൽ കുഞ്ഞ് പുറത്തു വന്നു. അപ്പം അവർക്ക് കോവിഡ് ടെസ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്തപ്പോഴാണ് അറിയുന്നത് എൻ്റെ വൈഫിന് കോവിഡ് പോസിറ്റീവാണ്. അതുകൊണ്ട് എന്നെ അവരകത്ത് കയറ്റിയില്ല. അവർ പറഞ്ഞു കുഞ്ഞ് ജനിച്ചെങ്കിലും കുഞ്ഞില്ല, മരിച്ചു.
നിങ്ങളുടെ വൈഫിന് കോവിഡ് പോസിറ്റീവാണ്, വേറൊരു ഹോസ്പിറ്റൽ, ഇത് ഗൈനിക് ഹോസ്പിറ്റലായിരുന്നു, വേറെ ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് കുഞ്ഞിന്, വൈഫിന് മോൻ വേറെ ഹോസ്പിറ്റൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിത് കേട്ടതും ഞാൻ തകർന്നു പോയി. കാരണം ഞങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടായ കുഞ്ഞ് 1 വീക്ക്, അതിൻ്റെ തലേ ദിവസം 1 വീക്ക് ബാക്ക് ഞങ്ങൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേട്ടതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്. അപ്പം തലേ ദിവസം ഞാൻ ആ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കിയതാണ്. പക്ഷെ പെട്ടെന്ന് ഡോക്ടർ പറയുക കുഞ്ഞില്ല, മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് എന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാനും കുറച്ച് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, ദൈവം വേണ്ടായിരുന്നു, മിനിസ്റ്റർ വേണ്ടായിരുന്നു. ഇതേ അനുഭവം ഒന്നുണ്ടായിരുന്നു. കാരണം 7 വയസ്സിൽ അഭിഷേകം പ്രാപിച്ചു, 9 വയസ്സ് മുതൽ ദൈവവേല ചെയ്യുന്നു. ഇതെന്തിനിങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ ഒരുപാട് ദൈവത്തോട് ചോദിച്ചു. ഞാൻ ഇനി എന്നൊന്ന് പറഞ്ഞ് ശുശ്രൂഷിക്കും. ഹൗ കെൻ ഐ സേ ഗോഡ് ഇസ് എ ഗുഡ് ഗോഡ്? വെൻ ദിസ് ഹാസ് ഹാപ്പൻ, ഹൗ കെൻ ഐ സേ ഗോഡ് ഇസ് എ ഗുഡ് ഗോഡ്? മനസ്സ് തകർന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പിന്നെയും വിശ്വാസം വർദ്ധിച്ചു. ദൈവം നിന്ദിക്കാൻ ഇടവരുന്ന ദൈവമല്ല, ദൈവം നിന്ദിക്കാൻ ഇടവരുത്തുന്ന ദൈവമല്ല, അവൻ മാനിക്കുന്ന ദൈവമാണ്. അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതരായി, അവരുടെ മുഖം ലംഘിച്ചു പോയിട്ടില്ല. സോ വചനത്തെ ഉറപ്പോടെ വിശ്വസിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് കുഞ്ഞ് മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട്. ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ ഏകദേശം 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വന്ന് പറയാം, സാർ പേപ്പറിൽ സൈൻ ചെയ്ത ബോഡി തരാം. ഞാൻ പറഞ്ഞു സൈൻ ചെയ്യത്തില്ല, എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ട്. ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു, എന്നെ കംഫർട്ട് ചെയ്യാൻ നോക്കി. ഞാൻ പറഞ്ഞു ഇല്ല, മൈ ചൈൽഡ് ഇസ് നോട്ട് ഡെഡ്, ഗാഡ് ഹാസ് മെയ്ഡ് ഹിം അലൈവ്. ഡോക്ടർ ഒന്നും പറയാൻ പറ്റാതെ ഉള്ളിൽ പോയി. ഒരു കേസ് വന്നു, ഉള്ളിൽ പോയി. പിന്നെ ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞു. പിന്നെയും ഡോക്ടർ പറഞ്ഞു, സാർ ഇപ്പോൾ തന്നെ 1.5 ഹവേഴ്സായി, എല്ലാം കഴിഞ്ഞു, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, പ്ലീസ് സൈൻ. ഇവിടെ കുഞ്ഞിനെ ഇവിടെ കടത്തി, നിങ്ങൾ വൈഫിന് കോവിഡ് പോസിറ്റീവാണ്, നിങ്ങൾ അകത്ത് വന്നാൽ ഞങ്ങൾക്ക് പ്രോബ്ലം, കുഞ്ഞ് ഇങ്ങനത്തെ സിറ്റുവേഷനാണ്. ഇത് ഗൈനിക് ഹോസ്പിറ്റലാണ്, ഗർഭിണി സ്ത്രീയിലുണ്ട്, ഗർഭിണികളുണ്ട് ഇവിടെ, പിള്ളേരുണ്ട്, കുഞ്ഞു പിള്ളേരുണ്ട്. സോ പ്ലീസ് നിങ്ങൾ ബോഡിയെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു സൈൻ ചെയ്യത്തില്ല. ഡോക്ടർ പറഞ്ഞു സൈൻ ചെയ്തേ പറ്റൂ. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ അകത്ത് വരത്തില്ല, ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകാം. പക്ഷേ ഡോക്ടർ എനിക്ക് വേണ്ടി അകത്ത് പോയി എൻ്റെ കുഞ്ഞിൻ്റെ തലയിലൊന്ന് കൈവയ്ക്കാമോ? ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവം സർവജ്ഞാനി, സർവാന്തരിയാമി. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവം പ്രവർത്തിക്കും. ഐ മീൻ ഈ ഡോക്ടർ എന്നെ വഴക്ക് പറയണമെന്നോ ഒന്നും മനസ്സിലായില്ല. പാവം ഉള്ളിൽ പോയ ഡോക്ടർ എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ചോ ഇല്ലെന്നൊന്നും ഞാൻ നോക്കിയില്ല, അറിയുന്നില്ല. ഉള്ളിൽ പോയ ഡോക്ടർ സ്പീഡോടെ പുറത്ത് വന്നിട്ട് പറയുക, സാറേ നിങ്ങൾ കുഞ്ഞ് കരയുന്നുണ്ട്, കുഞ്ഞിന് ലൈഫ് വന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലഡ് വേണം. സോ അങ്ങനെ ഞങ്ങൾ കോവിഡ് ടൈം ബ്ലഡ് കിട്ടുന്നതൊക്കെ പാടാണ്. So it was you against medical science? Not me, it was God. God against the medical science. കാരണം അവൻ്റെ വിശ്വാസം എന്നിൽ വന്നപ്പോഴാണ് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പറയാനും ഡിക്ലെയർ ചെയ്യാനും പറ്റിയത്. യൂഷ്വലി ഇത് നടക്കത്തില്ല, എത്ര നമ്മൾ പ്രാർത്ഥിച്ചാൽ ചില സമയത്ത് ചിലത് നടക്കാറില്ല. പക്ഷേ ഈസ് ഫെയ്ത്ത്, ഗാഡ്സ് ഫെയ്ത്ത് ഉള്ളിൽ വരുമ്പോൾ എന്ത് പറഞ്ഞാലും നടക്കും. നിങ്ങൾ മലയെ നോക്കി ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞാൽ അത് പോകും. കടുകുമണിയോളം വിശ്വാസം നിങ്ങൾ പ്രാപിച്ചാൽ എന്ന് വചനം പറയുന്നു. സോ ഐ റിസീവ്ഡ് ദ ഫെയ്ത്ത് ഓഫ് ഗാഡ് ആൻഡ് ദറ്റ് ഫെയ്ത്ത് ഓഫ് ഗാഡ് ക്രിയേറ്റഡ് എ മിറക്കിൾ ആൻഡ് ഹെൽപ് മീ ടു ഹാവ് ഫെയ്ത്ത് ഇൻ ഗാഡ്. So after that what happened? Like അത് കഴിഞ്ഞു കുഞ്ഞിനെ ഡോക്ടർ വന്നു പെട്ടെന്ന് വെളി വന്നെന്ന് പറഞ്ഞു. ഡോക്ടർ പുറത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ നിങ്ങൾ കുഞ്ഞ് കരയുന്നുണ്ട്, ബ്ലഡ് വേണം. സോ ഞങ്ങൾ ബ്ലഡ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു, കോവിഡ് ടൈം ആയതുകൊണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ അതും ദൈവം സെറ്റാക്കി, ബ്ലഡെല്ലാം അറേഞ്ചായി. അവനെ 8 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ കുഞ്ഞിനെ കാണുന്നത്. അവർ NICയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മേലെ ചെന്നപ്പോൾ മൊത്തം ശരീരം മൊത്തം ട്യൂബും കാര്യങ്ങളായിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നില്ല, മൊത്തവും കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഡോക്ടറിനെ അടുത്ത് ചോദിക്കുക, ഡോക്ടർ എങ്ങനെയുണ്ട് കുഞ്ഞിൻ്റെ അവസ്ഥ? ഡോക്ടർ അവരുടെ ഫാക്റ്റ് അവർ പറയുന്നത്, ഒന്നും പറയാൻ പറ്റത്തില്ല, ഹാർട്ട് ബീറ്റുണ്ട്, പൾസുണ്ട്, പക്ഷേ വി കാൺ സേ എനിത്തിങ്, എന്തും എപ്പോഴും സംഭവിക്കാം. അതുമാത്രമല്ല ഫിസിക്കൽ ചാലഞ്ച് ആയിരിക്കും. കാരണം 1.5 hour കുഞ്ഞിന് ലൈഫില്ല, ഓർഗൻസ് എല്ലാം സ്ട്രക്കായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ എല്ലാം റീസ്റ്റാർട്ട് ആകുന്നത്. അതുകൊണ്ട് വി കാൺ സേ എനിത്തിങ്. പക്ഷെ ഞാൻ വിശ്വസിച്ചു, ഒരു മരിച്ച കുഞ്ഞിനെ ജീവനോട് ദൈവം തന്നെങ്കിൽ ഹി വിൽ ഗിവ് മീ എ പെർഫെക്റ്റ് ചൈൽഡ്. സോ ദൈവത്തിൽ വിശ്വസിച്ചു. ഇത് വിശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെയും ടെസ്റ്റ്. ഇതിങ്ങനെ വിശ്വസിച്ചിരിക്കുമ്പോൾ നഴ്സുമാരെല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോവുക. എന്തിനാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയപ്പോൾ നേഴ്സുമാർ പറയുക 1 hour 6 times
ഫിറ്റ്സ് വന്നിരിക്കും കുഞ്ഞിന്. ഇത് 1 ടൈമോ 2 ടൈംസോ ഫിറ്റ്സ് വന്നാലേ ഡേഞ്ചറാണ്. ഇത് കൂടുതൽ പ്രാവശ്യം വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു സീരിയസ് ആയിട്ട് ഇറ്റ് വിൽ ബി വെരി ക്രിട്ടിക്കൽ. ബട്ട് വി ട്രസ്റ്റഡ് ഇൻ ഗാഡ്, ബിലീവ്ഡ് ഇൻ ഗാഡ്. ദൈവത്തിൻ്റെ കൃപയിൽ 28 ഡേയ്സ് എൻ്റെ കുഞ്ഞ് NICയിലായിരുന്നു. പിന്നെ എൻ്റെ വൈഫ് ക്വാറൻറ്റൈനിലായിരുന്നു, വേറെ ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ 2 പേർക്കും 1 മാസമായപ്പോഴത്തേക്ക് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവരെ ഡിസ്ചാർജ് ചെയ്യാനുള്ള വഴികൾ ദൈവം തുറന്നു തന്നു. ദാറ്റ്സ് എ വണ്ടർഫുൾ ടെസ്റ്റിമണി ദാറ്റ് യു ഷെയർഡ്. കാരണം ഒരു മരിച്ച കൊച്ചു ഒരു സൈഡ് ഈവൻ യുവർ വൈഫ് വാസ് സിവിയർലി അഫക്റ്റഡ് വിത്ത് COVID, both in different hospitals, but even medical science was wondering how this happened. But maybe all the praise belongs to God. Amen. And you said something important. ഗോഡിൻ്റെ ഫെയ്ത്ത്, നമ്മളുടെ ഫെയ്ത്ത് അല്ലേ, ഗോഡിൻ്റെ ഫെയ്ത്ത് നമ്മളിൽ വന്നപ്പോൾ ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ടു ഹിയർ. ക്യാൻ യു എലാബറേറ്റ് ഓൺ ദാറ്റ്? ഈ ബൈബിൾ പറയുന്നത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയി എല്ലാം പുതുതായി. അപ്പം എന്നിലും നമ്മളിലും പലരിലും ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളെ ഫെയ്ത്ത് അല്ല, ആക്ച്വലി ദൈവത്തിൻ്റെ ഫെയ്ത്താണ് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ദ ഫെയ്ത്ത് ഓഫ് ഗാഡ്. ഇപ്പം പഴയ നിയമത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. അപ്പം അത് ആരുടെ ഫെയ്ത്തായിരുന്നു? ഏത് ഫെയ്ത്തിലാണ് ദൈവം ഇങ്ങനെ പറഞ്ഞ്, ഏത് കോൺഫിഡൻറ്റാണ്? അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഗാഡ് ഹാഡ് ഫെയ്ത്ത് ഇൻ ഹിസ് വേർഡ്. ദൈവം പറഞ്ഞാൽ അത് സംഭവിക്കും എന്നുള്ള കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. അവൻ്റെ വാക്കിൽ പവർ ഉണ്ടെന്ന്. ഇതേ പുതിയ നിയമത്തിൽ വന്നാൽ മറിയയോട് ചോദിച്ചാൽ മറിയ പറയും, ഓൺ ദ ഡേ ഓഫ് റെസറക്ഷൻ മൈ ബ്രദർ ലാസർ വിൽ റൈസ് അപ്പ്. അതിപ്പോഴല്ല, പിന്നീട് നടക്കും. മാർത്ത പറയുന്നു, നിങ്ങളുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് ഫെയ്ത്ത്, പഴയ ഫെയ്ത്താണ്. ലാസറാണെങ്കിൽ ലാസറിലും ഫെയ്ത്തില്ല. പക്ഷെ അവിടെ ഓപ്പറേറ്റ് ആയത് ഫെയ്ത്ത് ഓഫ് ജീസസ് ആണ്. കാരണം യേശുവിനറിയാം, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ലാസറെ, ഹി വാസ് 100% മാൻ അറ്റ് എ ടൈം. ദോ ഹി വാസ് 100% ഗോഡ്, ഹി വാസ് 100% മാൻ. പക്ഷേ 100% മാനായിട്ടിരുന്ന അതേ യേശു മരിച്ചുപോയ ലാസറെ നോക്കി, 4 ദിവസം നാറ്റം വെച്ച ലാസറെ നോക്കി, ലാസറെ പുറത്ത് വാ എന്ന് പറഞ്ഞതും മരിച്ച ലാസർ പുറത്തു വന്നു. ഇത് പറഞ്ഞതും സംഭവിക്കണമെങ്കിൽ ആരുടെ വിശ്വാസം? മറിയയുടെ വിശ്വാസമല്ല, മാർത്തയുടെ വിശ്വാസമല്ല, ലാസറിന് അറ്റ്ലീസ്റ്റ് ദെർ ഇസ് നോ ഫെയ്ത്ത്. ജീവനോടെ വരാനുള്ള വ്യക്തിക്ക് പോലും വിശ്വാസമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ യേശു പറഞ്ഞതും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫെയ്ത്ത് ഓഫ് ജീസസ്. സോ അതേ ഫെയ്ത്ത് എന്നിൽ വരുമ്പോൾ, കാരണം എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞാലും വചനം കേൾക്കുമ്പോൾ എനിക്ക് വിശ്വാസം വരും, ധൈര്യവും. പക്ഷെ അതേസമയം കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ വിശ്വാസം പോകും. ഈ സാഹചര്യത്തെ വെച്ച് ഞാൻ തളർന്നു പോകും. പക്ഷെ അതേ സമയത്ത് എൻ്റെ വിശ്വാസത്തെ മാറ്റിയിട്ട് ദൈവത്തിൽ നിന്ന് ഞാൻ വിശ്വാസം പ്രാപിക്കുകയാണെങ്കിൽ അത് പ്രാപിക്കാൻ പറ്റുന്നത് വെൻ യു ആർ ബോൺ അഗെയിൻ, കർത്താവിൽ വീണ്ടും ജനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ യേശുവിൻ്റെ വിശ്വാസമാണ് ഉള്ളതെന്ന് ഉള്ളൊരു ബോധ്യമുണ്ടാകും. ഈ വീണ്ടും ജനിക്കുന്ന പറഞ്ഞ ഒരു വാക്ക് നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ ലോട്ട് ഓഫ് പീപ്പിൾ മൈറ്റ് തിങ്ക് അതിൻ്റെ ഈ മനുഷ്യന് 3 വ്യക്തിത്വങ്ങളുണ്ട്. ഓക്കെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ 3 പേഴ്സണാലിറ്റീസ് എന്ന് പറയാൻ പറ്റും. ഒന്ന് ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്ന് പറയുന്നത് പുറത്ത് കാണുന്ന ഈ ശരീരം, ഈ ജഡത്തെയാണ് ശരീരം എന്ന് പറയുന്നത്, ദേഹം എന്ന് പറയുന്നത്. ദേഹി എന്ന് പറയുന്നത് നമ്മുടെ വിചാരങ്ങൾ, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, ചിന്തകൾ, ഇതെല്ലാം ദേഹിക്ക് ഉൾപ്പെടുന്നത് സോൾ. ആത്മാവാണ് യഥാർത്ഥമായിട്ടുള്ള വ്യക്തിത്വം. നമ്മളുടെ റിയാലിറ്റി ഈസ് അവർ സ്പിരിറ്റ്. നമ്മൾ കാണുന്നതല്ല നമ്മളുടെ റിയൽ, നമ്മളുടെ ആത്മാവാണ്. ശരീരം കൊണ്ട് ലോകത്തെ അറിയുന്നു, കാരണം ഞാൻ ഈ ശരീരം ലോകത്തുള്ളത് കൊണ്ട്. പ്രാണം എന്നതായത് ദേഹി കൊണ്ട് ഞാൻ ആരെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, കാരണം എൻ്റെ ആഗ്രഹം എൻ്റെതാണ്, എൻ്റെ ഇഷ്ടം എൻ്റെതാണ്. ഇനി ആത്മാവിലാണ് ദൈവത്തെ അറിയാൻ പറ്റുന്നത്. പക്ഷെ സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പലർക്കും ശരീരം കൊണ്ട്, ദേഹത്തെ കൊണ്ട് ലോകത്തെ കാണാം, ദേഹി കൊണ്ട് അവരെ അറിയാൻ പറ്റുന്നു. പക്ഷെ ആത്മാവിൽ ആരും ദൈവത്തെ കാണാൻ പറ്റിയിട്ടില്ല, കാണുന്നില്ല. കാരണം വചനം പറയുന്ന എഫെസ്യ ലേഖനത്തിൽ പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങൾ. അപ്പം മരിച്ചു എന്ന് പറയുമ്പോൾ എവിടെ? ആത്മാവിൽ ആത്മീക മനുഷ്യൻ മരിച്ചിരുന്നു. ആത്മീക മനുഷ്യൻ മരിച്ചിരുന്നെങ്കിലും മരിച്ച ആത്മീക മനുഷ്യനെ ക്രിസ്തു യേശുവിൽ ദൈവം ഉയർപ്പിച്ചു എന്ന് എഫെസ്യ ലേഖനം 1-ാം അധ്യായം 1 മുതൽ
5 വരെയുള്ള വാക്യത്തിൽ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഈ വീണ്ടും എന്താ പറയുക, ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും ജനനം ഉണ്ടാകണം. സോ വീണ്ടും ജനനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം പലരും പറയും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രവൃത്തിക്ക് നിമിത്തമായി ഞാൻ പട്ടിയോ പൂച്ചയോ കാക്കയായിട്ടൊക്കെ ജനിക്കുന്നു. അങ്ങനെ ഒരു ജനനമില്ല. ഒരു ജനനമേ മനുഷ്യനുള്ളൂ. ആ ജനനത്തിൽ തന്നെ 2 രീതിയാണ്. ഒന്ന് ശാരീരികമായി ജനിക്കുന്നു, 2 ആത്മീകമായി ജനിക്കുന്നു. ഞാൻ ഓൾറെഡി ശാരീരികമായി ജനിച്ചിരിക്കുന്നു, പക്ഷേ ആത്മീകമായി വീണ്ടും ജനിക്കണം. എന്തിനാ? പാപത്താൽ ഞാൻ മരിച്ച് ഞാൻ വീണ്ടും ജനിക്കുന്നു. എൻ്റെ ആത്മാവിലാണ് വീണ്ടും ജനനം നടക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഒരു രാത്രി നിക്കോദെമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു രാത്രി നിക്കോദെമോസ് എന്ന് പറഞ്ഞ ഒരു മത നേതാവ് യേശുവിൻ്റെ അരികിൽ വന്നിട്ട് പറയാം, ഞാൻ വീണ്ടും ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ഇതേ സമയം പീറ്റർ പുസ്തകത്തിൽ, പത്രോസിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾ വചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഫസ്റ്റ് പീറ്റർ 1:22-23 വചനത്തിൽ. അപ്പം വെള്ളവും ആത്മാവും വചനവും 3 ഒരു വ്യക്തി വീണ്ടും ജനിക്കണമെങ്കിൽ. അപ്പം ഈ 3 വേറെയല്ല, 3 ഒന്നാണ്. അതെങ്ങനെ? വെള്ളം ആരെ കാണിക്കുന്നു? യേശുവിനെ കാണിക്കുന്നു. വെള്ളത്താലും ആത്മാവിനാലും വന്നവൻ ഇവനാകുന്നു. അത് യോഹന്നാൻ ലേഖനത്തിലുണ്ട്. അത് യേശുവിനെ കാണിക്കുന്നു. ആത്മാവാര? ദൈവം ആത്മാവാകുന്നു. ഈ ആത്മാവായ ദൈവം പുതിയ നിയമത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടു. അതാരാ? യേശുവാണ്. മൂന്നാമത്തത് വചനമാരാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം യേശുവാണ്. അപ്പം ഒരു വ്യക്തി വീണ്ടും ജനിക്കണമെങ്കിൽ യേശുവിലൂടെയാണ് വീണ്ടും ജനിക്കുന്നത്. That's wonderful. So you have gone through a lot of things. നമ്മൾ കണ്ട ടെസ്റ്റിമണീസ് എല്ലാം നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ, കഷ്ടങ്ങളും കഷ്ടപ്പാടും, ministry, then you had a family, your education, everything you shared. Then even after while doing ministry, കുഞ്ഞു ജനിക്കുമ്പോൾ ഉണ്ടായ കഷ്ടങ്ങളെല്ലാം കണ്ടാലും people sing, people bring out songs. I was so happy to see a lot of songs in Malayalam, Telugu. What is your first song you wrote? Or what made you feel right? ഞാൻ ആക്ച്വലി സോങ്സ് എഴുതണമെന്ന് പറഞ്ഞ് എഴുതിയ ആളല്ല. ഒരു ദിവസം ഞാൻ വചനം മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്നിടത്ത് യൂഷ്വലി മെസ്സേജും ഞാൻ പ്രിപ്പയർ ചെയ്യാറില്ല. ഐ യൂഷ്വലി മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് മെസ്സേജ് എനിക്ക് വരുന്നത്. അതിന് ഞാനൊരു സ്ട്രക്ചർ കൊണ്ടുവന്നിട്ട് അതിന് പലർക്കും മനസ്സിലാകുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മെസ്സേജ് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടപ്പോൾ എൻ്റെ മൈൻഡിൽ വന്നൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു, വോയിസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശബ്ദം എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ശബ്ദം എന്ത് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞില്ലേ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചത് വെളിച്ചമുണ്ടായി. അപ്പം എനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ ശബ്ദം സൃഷ്ടിക്കും. ഗോഡ്സ് വോയിസ് ക്രിയേറ്റ്സ്. മലയാളത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാഴായും ശൂന്യമായി ഇരുന്ന ഭൂമിയെ ദൈവം നോക്കിയിട്ട്, ഇരുട്ട് മൊത്തം നിറഞ്ഞിരുന്ന ഭൂമിയെ നോക്കിയിട്ട് വെളിച്ചമുണ്ടാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞതും ഈ അഗ്ലിയായിട്ട് എന്ന് പറഞ്ഞാൽ കാണാൻ കൊള്ളില്ലാത്ത ഒരു സ്ഥലത്തെ ദൈവം മനോഹരമാക്കി മാറ്റി, ബ്യൂട്ടിഫുള്ളാക്കി മാറ്റി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഗോഡ്സ് വേർഡ് ക്രിയേറ്റ്സ്, ഗോഡ്സ് വോയിസ് ക്രിയേറ്റ്സ്. പിന്നെ വചനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ലാസറിനോട് വാക്ക്, ദൈവം പറഞ്ഞതും മരിച്ച വ്യക്തി ജീവിച്ചു. സോ ഗോഡ്സ് വോയിസ് ബ്രിങ്സ് ഡെഡ് ബാക്ക് ടു ലൈഫ്. ഇത് കേൾക്കുന്ന നിങ്ങളോട് ദൈവാത്മാ പറയുന്നു, ഒരു പക്ഷേ നിങ്ങളുടെ പ്രോഫസി മരിച്ചിരിക്കുകയായിരിക്കാം, പ്രോമിസസ് വാഗ്ദത്തങ്ങൾ മരിച്ചിരിക്കുകയായിരിക്കാം, ആരാധന മരിച്ചിരിക്കുകയായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ ശബ്ദം ഈ ചാനലിലൂടെ ദൈവം പിന്നെയും ജീവനിലൂടെ കൊണ്ടുവരുന്നു. നിങ്ങൾ പിന്നെയും ഞാൻ പറയുന്നു, ആക്സിഡൻ്റ് ആയിട്ടല്ല ഈ ഒരു ചാനൽ നിങ്ങൾ ഓപ്പൺ ചെയ്തത്. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ഈസ് വോയിസ് ബ്രിങ്സ് ഡെഡ് ബാക്ക് ടു ലൈഫ്. പിന്നെ വചനത്തിൽ പറയുന്നു, വചനമയച്ച് അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു. സോ ഈസ് വോയിസ് ഹീൽസ് ദ പീപ്പിൾ. സോ അങ്ങനെ അതിനെടുത്തിട്ട് ഞാനൊരു സോങ് ഉണ്ടാക്കി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങോട്ട് എന്നോട് സംസാരിക്കണേ, ലോർഡ് യു ടോക്ക് ടു മീ, ആണ്ടവരെ പേസുമേ, ഏസയ്യ പേസുമേ, യേശുവേ പേസുമേ. അതിന് പിന്നെ ഒരു ട്യൂണായി, അറിയാതെ ടോൺ വന്നു, യേശുവേ പേസുമേ. അത് കഴിഞ്ഞിട്ട് വാർത്തേ എന്നെ സുഖത്തെ തന്നിടും. ദൈവകൃപയിൽ ഇത് ഞാൻ തെലുങ്കിൽ
എഴുതിയതും റിലീസ് ചെയ്തതും. ദൈവത്തിൻ്റെ മഹാകൃപയാൽ ഇപ്പോൾ തമിഴിൽ ഞങ്ങൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്യുന്നു. ദൈവഹിതമാണെങ്കിൽ ഉടനെ ഈ സോങ് തമിഴിൽ റിലീസാകും. ഇതൊരു വർഷിപ്പ് കൈൻഡ് ഓഫ് സോങ്. അത് കഴിഞ്ഞിട്ട് ഹിന്ദിയിൽ റിലീസാകുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ദൈവകൃപയിൽ കന്നഡ ലാംഗ്വേജിൽ ഒക്കെ റിലീസാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സോങ്സ് എഴുതുവാൻ ദൈവകൃപ നൽകി. That's so interesting. So that's so interesting. It was happy to കാരണം നമ്മൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് സോ പേഴ്സണൽ. ഭയങ്കര പേഴ്സണലായിട്ട് ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയുവാണെങ്കിൽ യേശു എന്ന നാമത്തിന് വേണ്ടിയാണ് നമ്മളുടെ പേഴ്സണൽ കാര്യമായാലും ഇത്ര ഓപ്പണായിട്ട് പറയാൻ ധൈര്യം കാണിക്കുന്നത്. ബിക്കോസ് യു ആർ ടോക്കിംഗ് അബൌട്ട് എവറിത്തിങ് വാട്ട് വാസ് വെരി ക്ലോസ് ആൻഡ് വെരി നിയർ ടു യു. പേഴ്സണൽ ഇഷ്യൂസൊക്കെ ഇത്രയും ധൈര്യമായിട്ട് ഓപ്പൺ. ബിക്കോസ് ഐ ബിലീവ് ആസ് എ മാൻ ഓഫ് ഗോഡ്, anybody who is watching this program, you want them to be touched, and if they are going through something, then definitely they can call on the name of Jesus. Amen. Yes. Definitely they will answer. Yes. So not many of them they share their personal life testimonies. It was too personal. They shared it openly in the public. The reason was that at least somebody who is watching will be touched by the message that has been preached today. So thank you so much, Pastor, for traveling all the way from Bangalore. Actually before that நீங்கள் ஆந்திராவிலேருந்து வந்துட்டு இருந்தீங்களே, ஸோ யூ கேம் ஆல் த வே அண்ட் யூ கேவ் us the time to spend. ഫൈനലായിട്ട് നമ്മൾ ഓഡിയൻസിനായിട്ട് ഡു യു ഹാവ് എനിത്തിങ് ടു ഷെയർ? ഒന്നേ ഉള്ളൂ, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ. ക്രിസ്ത്യാനിറ്റി ഈസ് എ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഏതോ മതത്തിന് വേണ്ടിയല്ല, ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിന് വേണ്ടി മാത്രമാണ്. യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു. അതേ ജാതിയായാലും മതമായാലും ആരായിരുന്നാലും യേശു നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു. ദൈവം ലോകത്തെ ഒരുപാട് സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ മകനെ നമുക്ക് വേണ്ടി അയച്ചു തന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. ഈ ലോകത്ത് എത്ര കാലം ജീവിക്കും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഉള്ള കാലം യേശുവിന് വേണ്ടി ജീവിക്കാൻ ദൈവം എനിക്ക് നിങ്ങൾക്കും കൃപ നൽകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എസ്പെഷ്യലി എന്നെ ഈ ചാനലിലേക്ക് വിളിച്ച വിലയേറിയ ദേവദാസനും കുടുംബങ്ങൾക്കും, എസ്പെഷ്യലി പാസ്റ്റർ ബ്രെയിൻ, എൻ്റെ ഹൃദയത്തിൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. God bless you. So I really wanted to thank God for this opportunity. It is His grace that God has enabled us to be part of this program, and really God bless you. I want to thank beloved man of God who is running this channel, and only one desire, that every man should be saved. And Bible says, for God so loved the world, He gave His only begotten Son, and whoever believes in Him shall not perish but shall have everlasting life. God bless you. Amen. And it is also honor that you have come to our Holy Grace Media channel. So please subscribe and watch for more videos. Yeah, please subscribe. And there are many men of God, many God's instruments have been used by God. So you can watch it, be blessed, share to others also. God bless you.